പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഡ്രാമയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് ഇസ് സോ ചീപ്പ്. എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായി നിന്നു. അതിന് അപ്പനൊന്നായിട്ട് ഒരു ബന്ധമില്ല. ഈ നമ്മളെയൊക്കെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അമ്മുമ്മയുടെ എന്നല്ല, ഒരു മനുഷ്യന്റെ വായിന്ന് പോലും വന്നുകൂടാത്ത തരത്തിലുള്ള. അതെ സാറേ, ഞങ്ങൾ വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ചിരിച്ചോ ചിരിച്ചോ, മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അവൻ. എനിക്ക് ഒരിക്കലും ഇതിന്റെ ഒക്കെ പ്രൂഫും കാര്യങ്ങളും നമ്മുടെ ഉണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് നമ്മൾ പുറത്ത് വിടുക? വി ടോക്കിംഗ് അബൌട്ട് ആർ ഓൺ ഫാമിലി മെമ്പേഴ്സ്. വാട്ട് എ സെൻസേഷൻ ന്യൂസ്. സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകന്റെ ധീര കടമ ഞാൻ നിർവഹിച്ചു. ദൈവമേ, ഞാനും എന്റെ 5 പിള്ളേരും വഴിയാതാരാവോ? നിവൃത്തികളുണ്ട് അവള് വല്ലതും പറഞ്ഞു എന്ന് വെച്ച് അത് ക്ഷമിക്കാനുള്ള വിവരം നിനക്കില്ലേ? ഈ പ്രൂഫ് ഒക്കെ എൻ്റെ നിന്ന് മാത്രമല്ല, എന്നെ അടുപ്പായിട്ട് പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വേണമെങ്കിൽ എവ്രിബഡി നോസ് വാട്ട് ദിസ് ഗ്രാൻഡ് മദർ ഓഫ് മൈൻ ടോൾഡ്. ചേച്ചി ഒന്ന് ഇവിടെ വരൂ. എങ്ങേറ്റ് നിന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് നീ ജീവനോടെ ഇരിക്കുമ്പോൾ ഈ ജാനമ്മയുടെ പട്ടി കയറും. നീ പാടി. അൺഫൊഗിവബിൾ ആയിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരി പറഞ്ഞു. ഒന്നല്ല, 1-2 കാര്യങ്ങൾ പറഞ്ഞു. ലൈക്ക് ഇറ്റ് വാസ് എ വോയിസ് നോട്ട്. പുള്ളിക്കാരി മെസ്സേജ് ആയിട്ട് അയച്ചതാ. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികൾ നമ്മൾ വീണ്ടും വീണ്ടും കേട്ടു. Did she really say that or are we imagining it? Like how can a human being talk like this? മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. അങ്ങനെ തന്നെയാ. കെട്ടിയാലും കടിക്കും, കെട്ടിയില്ലെങ്കിലും കടിക്കും. വെറുതെ അതും പറഞ്ഞ് എത്തി നോക്കി കടി കൊള്ളാൻ പോകണ്ട എന്റെ കുട്ടികൾ. അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് വി സെഡ് ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഹോം നഴ്സും കാര്യങ്ങളും എല്ലാം whatever we supposed to do, അവരുടെ എന്താണ് വൈഫൈ ഇതൊക്കെ അമ്മയാണ് പേ ചെയ്യുന്നത്. അമ്മയാണ് ഇവിടെ നിന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗംഗാധരനല്ലേ കടപ്പുറം കൈ തെരണ്ടി വാരം കൊണ്ട് ജനിച്ചവനാ. ഇങ്ങനെ പറയുന്ന ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ആളുമായിട്ട് നമ്മൾ എങ്ങനെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രൂഫ് ഒന്നും പുറത്തു വിടാൻ പറ്റില്ല. ഈ നിങ്ങളിൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നില്ല, നമ്മുടെ വെൽ വിഷേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെ പേഴ്സണലായിട്ട് കാണുവാണെങ്കിൽ കമന്റ് ടെൽ മീ. ആനയുടെ ആ വീഡിയോയിൽ പറഞ്ഞ ആ വോയിസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചു തരാം. അങ്ങനെയല്ല മാധവ, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് അത്രയോ. കാരണം ഈ ഹോം നേഴ്സ് വരുന്ന ഒരാഴ്ച അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് പോകും. ഈ ലേഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഈ ഹോം നേഴ്സ് അമ്മേനെ എന്നെയും വിളിച്ച് മെസ്സേജും വോയിസ് നോട്ടും അയച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. എത്ര ഹോം നേഴ്സുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? അറിയില്ലേ അവളുടെ സ്വഭാവം? ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം. ഇവർ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഈ ഹോം നേഴ്സസ് പോകും. ആൻഡ് ബിറ്റ്വീൻ സെപ്റ്റംബർ ടു മാർച്ച് അമ്മ എത്ര ഹോം നേഴ്സ് വന്നൊരു 15-20 ഒരു 15 ഹോം നേഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ. കേൾക്കുന്നവർ ഞെട്ടിപ്പോവും. ഭയങ്കര എന്റർടൈനിങ് കാര്യങ്ങളാ പറഞ്ഞത്. എന്നെ നേരിട്ട് വന്ന് കണ്ടാൽ പറയാം, എനിക്ക് ഒരു ഉളുപ്പുമില്ല. കാരണം നമ്മളെ കുറിച്ച് മോശമാണ് പറയുന്നെങ്കിലും ഇല്ലാത്തൊരു മോശം പുള്ളിക്കാരുടെ ഇമാജിനേഷൻ ആണല്ലോ പുള്ളിക്കാരി. തലവേദനയുണ്ടോ? പറയുമ്പോ എല്ലാം പറയണല്ലോ. നിങ്ങൾ വേണമെങ്കിൽ ബന്ധം വെച്ചോ, എനിക്കിനി അമ്മൂമ്മയായിട്ട് ബന്ധം വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനിത് ഗ്രൂപ്പിലിട്ടപ്പോൾ എൻ്റെ ഈ കസിൻ തൻവി ഓൾസോ റിപ്ലൈഡ് സേയിങ് ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ, ഇത് എന്താ പറയുന്നത് എന്നുള്ള രീതിയിൽ. സോ ഈവൻ തൻവി നോസ് വൈ വി ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ഹർ. അതിലൂടെ എന്ത് പ്രസക്തി ഉണ്ട്? എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീഡിയോ കോൾ വിളിക്കുന്നു. അമ്മൂമ്മയെ കൊണ്ട് പറയിപ്പിച്ച പോലെ കുറേ ഡയലോഗ്സ്. എന്താണ്, എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്കാണ്, അങ്ങനെ ഇങ്ങനെ. അതെടുത്തിടാൻ തൻവി കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നുമില്ല പറയാൻ. അടിപൊളി. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. തൻവിക്ക് അത്ര കൺസേൺ അമ്മൂമ്മയെടുത്തുണ്ടെങ്കിൽ വൈ കുഡ്ന്റ് ഷീ ടെൽ അമ്മൂമ്മ പറഞ്ഞത് തെറ്റ്, ചെയ്തത് തെറ്റ്, അവരോട് പോയി ഒന്ന് അപ്പോളജൈസ് ചെയ്യും. കാരണം പ്രായമായ ആളല്ലെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പോട്ടെ അങ്ങ് ഫൊഗീവ് ചെയ്ത് വിടാം, പക്ഷെ നോട്ട് എവറിത്തിങ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ചെറ്റകളെ ഒതുക്കി നിർത്തണം. ലൈക്ക് നമുക്ക് പറ്റില്ല. പലതരത്തിലുള്ള നമ്മൾ ഇവരുടെ എത്രയോ പ്രശ്നങ്ങൾ പോട്ടെ എന്ന് വെച്ചിരുന്നു. പക്ഷെ ദിസ് ഇസ് ബിയോണ്ട് എവറിത്തിങ്. ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് വി കട്ട് റിലേഷൻഷിപ്പ്. ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ? കാട്ടിലെ മരം തേവടാന വലിയടാ വലി. ഇനിയാണ് കളി, ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്.